നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട്ടെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നടന്ന വ്യാപക ലഹരിവേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 13,32 ലക്ഷം രൂപ അനുവദിച്ചതായി K രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ ഏറെ ശ്ലാഘനീയമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ അതുല്യം. കോട്ടായിൽ CPIM കുടുംബസംഗമം. വാർത്തകൾ വിശദമായി. പരമ്പരാഗത വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ വലിയ പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ഓണം ഖാദിമേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പക്ഷെ എല്ലാ കാലത്തും ഖാദി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം. സ്ഥിരം 3-4 വർഷമായിട്ടാണ് അങ്ങനെ വരാൻ പറ്റാത്തത്. ബാക്കി എൻ്റെ ഓണം പർച്ചേസ് മുഴുവൻ ഇവിടുന്ന് പരമ്പരാഗതമായി ഒരു യൂണിഫോമായിട്ട് ഉപയോഗിച്ച് വന്ന ആളുകൾ ഇപ്പം അതിൽ നിന്ന് അകലുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഖാദിയുടെ ഒരു വലിയ വിപണി അതായിരുന്നു. MLA പറഞ്ഞു, ദേശീയ പ്രസ്ഥാന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള ഒരു മാനദണ്ഡം ഖാദി ധരിക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായമാണ് ഖാദി. 12,000 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ആധുനിക സാങ്കേതിക വിദ്യയും പുതിയ വ്യവസായങ്ങളും ഉൽപ്പന്നങ്ങളും വരുമ്പോൾ പ്രതിസന്ധി നേരിടാറുണ്ടെന്നും സർക്കാരിൻ്റെ വലിയ പിന്തുണയോടെയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ നിലനിന്നു പോരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സമ്മാന കൂപ്പൺ പ്രകാശനം ചെയ്തു. ഖാദി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടമൈതാനത്തെ AC ഷോറൂം, ഖാദി ഗ്രാമസൗഭാഗ്യ, പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, തൃത്താല, കുമ്പിടി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലുള്ള ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം, ചിതലി എന്നീ ഗ്രാമ സൗഭാഗ്യങ്ങളിലും മൊബൈൽ സെയിൽസ് വാനിലും പ്രത്യേക മേളകൾ നടക്കും. മേളയുടെ ഭാഗമായി എല്ലാ വിൽപ്പനശാലകളിലും ഖാദി, കോട്ടൺ, സിൽക്ക്, മനില, ഷർട്ടിംഗ് എന്നീ തുണിത്തരങ്ങൾ, തേൻ ഉൾപ്പെടെ മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭിക്കും. മേളയിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ ഗവൺമെൻറ് റിബേറ്റും സമ്മാനങ്ങളും സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്രിസ്തീയ സമൂഹത്തിന്റെ സേവനമേറെ ശ്ലാഘനീയമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോട്ടായിൽ സംഘടിപ്പിച്ച CPIM കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവദാസ് CPIMന്റെ സംഘടനാ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. സ്വാഭാവികമായും ഈ പഞ്ചായത്തിൽ ഏറ്റവും നല്ല കരുത്തുള്ളൊരു പാർട്ടിയാണ് CPIM. അതുകൊണ്ടാണ് കഴിഞ്ഞ 40-45 വർഷമായി CPIM തന്നെ ഈ പഞ്ചായത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ നല്ല ജനപിന്തുണ CPIM. ഇവിടെ ഇപ്പോൾ 1-ാം വാർഡ് 2-3, 2-ാം വാർഡ് കോൺഗ്രസും 2-ാം വാർഡ് നമ്മളും 3-ാം വാർഡ് കോൺഗ്രസും കഴിഞ്ഞിട്ടുണ്ട്. KG ബാബു അധ്യക്ഷത വഹിച്ചു. CPIM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, R ലത, TC കുഞ്ഞുമോൾ എന്നിവർ സംസാരിച്ചു. നൗഫൽ ഓതറോട് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. തൃശൂർ റേഞ്ച് എക്സൈസ് ഓഫീസർ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുകയാണ്.
റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ദിവാഞ്ചി മോളിൽ നിന്ന് ചാക്ക് കണക്കിന് ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും അധികൃതർ പിടികൂടി. വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറുകളിൽ നിന്നും കൗൺസിലിംഗുകളിൽ നിന്നും കിട്ടുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദിവാൻജി മൂലയിൽ നിന്ന് ചാക്ക് കണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും എക്സൈസ് പിടികൂടി. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അന്വേഷിച്ച് ഉടൻ കണ്ടെത്തുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് 3.5 കിലോ കഞ്ചാവ്, 3 ദിവസം മുമ്പ് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്ന് 5 കിലോ കഞ്ചാവ്, ഡ്രൈഡേ ദിനത്തിൽ 100ഓളം കുപ്പി മാഹി മദ്യം എന്നിവയും തൃശൂർ എക്സൈസ് പിടിച്ചെടുത്തിരുന്നു. ഇപ്പറഞ്ഞ സംഭവങ്ങളിൽ പ്രതികൾ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങളുടെ നീണ്ടകാല കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. റെയിൽവേ മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 13,32 ലക്ഷം രൂപ അനുവദിച്ചതായി കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. 423 മീറ്റർ നീളം വരുന്ന പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് നിർവഹിക്കുക. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാലുടൻ മേൽപ്പാല നിർമ്മാണത്തിനുള്ള കരാർ നൽകി പണി ആരംഭിക്കുമെന്നും MP അറിയിച്ചു. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിനു പകരമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് നേരത്തെ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ. സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 423 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ MP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മലപ്പുറം സ്വദേശി ട്രെയിനിൽ മറന്നുവെച്ച ബാഗ് സുരക്ഷിതമായി എടുത്തു നൽകി ഷൊർണൂർ റെയിൽവേ പോലീസ്. ബാഗ് മറന്നുവെച്ച് ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൻ കുറ്റിപ്പുറത്ത് ഇറങ്ങുകയാണ്. ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിലാണ് ബാഗിൽ 12 പവൻ സ്വർണ്ണാഭരണം കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിയയാളുടെ ബാഗാണ് സ്റ്റോപ്പ് വിട്ട ആളില്ലാതെ 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഷൊർണൂരിലെത്തിയത്. വിവരമറിഞ്ഞയുടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉണർന്ന് പ്രവർത്തിച്ചു. ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ ബാഗ് കണ്ടെത്തി. മലപ്പുറം ഏലംകുളം സ്വദേശി മുഹമ്മദ് ആരിഫുദ്ദീൻ്റേതാണ് ബാഗ്. ഭാര്യയുടെ 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ബാഗിലുണ്ടായിരുന്നത്. റെയിൽവേ പോലീസ് ASIമാരായ ജനിൽ P ജോസഫ്, മുഹമ്മദ് ലത്തീഫ്, ശ്യാം എന്നിവർ ബാഗ് കണ്ടെത്തി ഉടമസ്ഥന് കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടയിൽ പൂക്കാസയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥയുടെ അടയാളപ്പെടുത്തലുകൾ സാഹിത്യത്തിൽ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക നിരീക്ഷണമുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതി thesis on philosophical history, philosophical history എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ചെറിയ കൃതി, ചെറു പ്രബന്ധമാണ്. അതിനകത്ത് അദ്ദേഹം ചരിത്രം എന്ന് പറയുമ്പോൾ ചരിത്രം ഭൂതകാലത്തിലെ വസ്തുതകൾ ജപമാലയിലെ പോലെ കാണാതെ വയ്ക്കുന്ന ഒരു കാര്യത്തിന്റെ പേരല്ല ചരിത്രമെന്നും, മറിച്ച് ദുരധികാരത്തിന്റെ സമയത്ത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നാം എത്തിപ്പിടിക്കുന്ന ഒരു വെളിച്ചമാണ് ചരിത്രം എന്നുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലത്തിന്റെ ദുരധികാരപരമായ സ്വേച്ഛാപരമായ രാഷ്ട്രീയ ഘടനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അല്ലാതെ പൂക്കാസ കോട്ടായി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ലളിത മധു, പൂക്കാസ മേഖലാ പ്രസിഡന്റ് PC വിനോദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പൂക്കാസ കോട്ടായി മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് N രാജേഷ് സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം PV കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ യുവഗായകനായ അജയ് കൃഷ്ണയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ.
ഇക്കഴിഞ്ഞ ജൂലൈ 31 മുരുടേശ്വർ കാച്ചിഗൌഡ തീവണ്ടിയിൽ മോഷണം നടത്തിയ തിരൂരങ്ങാടി സ്വദേശി കെ സക്കീറാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയുടെ ബാഗാണ് മോഷണം പോയത്. നിരവധി കേസിലെ പ്രതിയായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി 28 വയസ്സുള്ള കെ സക്കീറാണ് അറസ്റ്റിലായത്. 1 പവൻ്റെ സ്വർണ്ണാഭരണം, വെള്ളിമോതിരം, മൊബൈൽ ഫോൺ എന്നിവ കണ്ടെടുത്തു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുഗീർഥകുമാർ, MG അബ്ദുൾ മജീദ്, ശശി നാരായണൻ, സുരേഷ് TC എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഒറ്റയ്ക്ക് താമസിക്കുന്ന നിർധനയായ വയോധികയ്ക്ക് തണലായി ജീവകാരുണ്യ പ്രവർത്തകർ. മണ്ണൂർ കമ്പനിപ്പടി നടുക്കപ്പീടികയിൽ പാത്തുമുത്തനാണ് കിടക്കാനുള്ള കട്ടിലും ബെഡും വീട് അടച്ചുറപ്പിക്കാനായ വാതിലുകളും ഒരുക്കി നൽകിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ ദുരിതകഥ കണ്ടാണ് NCP ജില്ലാ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ SJN നജീബ്, പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കുന്നത്തുപറമ്പ് അശോകൻ എന്നിവർ ചേർന്ന് ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. ഇവർ അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു കാലങ്ങളായി താമസം. വീട് ചുറ്റും കാടുമൂടിയ അവസ്ഥയിലാണ്. കട്ടിലില്ലാത്തതിനാൽ മൺതറയിലാണ് ഇവരുടെ കിടത്തം. റിട്ടയർഡ് SI P പ്രമോദ് കട്ടിലും ബെഡും വാതിലും കൈമാറി. നമ്മുടെ മെമ്പറുടെ ഓണറേറിയം കൊണ്ട് പല പല വികസന പ്രവർത്തനങ്ങളും ഈ വാർഡിൽ ചെയ്യാറുണ്ട്. അതുപോലെ പാത്തുമത്താത്തേക്ക് ഒരു നല്ല ഉദാര മനസ്സ് എന്ന് പറഞ്ഞാൽ ഉദാര മനസ്സ് തന്നെയാണ്. ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തി NCPയിൽ ഉണ്ടാവില്ലെന്ന് പറയാം. കേരളത്തിൽ അത്രയും റസാഖ് മൗലിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വളരെ നല്ല മനസ്സോട് കൂടിയിട്ട് ആ പാത്തുമത്താത്തേക്ക് കട്ട് കൊടുക്കണം, ബെഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് 2-3 ആഴ്ചയെ പറയുന്നതാണ്. അപ്പോൾ എന്നോട് 2-3 ആഴ്ച മുമ്പേ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോകണം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു ദിവസം ലീവാക്കണം പോകണം. ശരിയെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞായറാഴ്ചനാക്കി വളരെ സന്തോഷമായി. അപ്പോൾ പാത്തുമത്താത്തേക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും. വാർഡംഗം ഷെഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. SJ നജീബ്, മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷയും കുന്നത്ത് പ്രവാസി അശോകന്റെ സഹോദരിയുമായ ശാന്തകുമാരി, V ഹരിദാസൻ, K മനോജ്, L ഗണേശൻ, P വിനോദ്, NS ഹംസ, NS സിദ്ദീഖ്, ശ്രീകല, സ്വപ്ന, നിയാസ്, നിയാബ്, ഉവൈസ്, ജിനു എന്നിവരും പങ്കെടുത്തു. വീട്ടുമുറ്റത്തെ കാടും പരിസരവും ശുചീകരിച്ച് നൽകുമെന്നും SJ നജീബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഈ വർഷത്തെ ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം ഷൊർണൂർ പരുത്തിപ്പുറ സ്വദേശി പ്രൊഫസർ CM നീലകണ്ഠന്. സംസ്കൃത ദിനാചരണത്തോടനുബന്ധിച്ച് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല ഏർപ്പെടുത്തിയതാണ് അവാർഡ്. പുരസ്കാരം തേടിയെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രൊഫസർ CM നീലകണ്ഠൻ പറഞ്ഞു. സംസ്കൃത ദിനാചരണത്തോടനുബന്ധിച്ച് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല വർഷം തോറും നൽകിവരുന്ന പുരസ്കാരത്തിനാണ് ഷൊർണൂർ പരുത്തിപ്പുറ ചേത്തലമന ശരണ്യയിൽ ഡോക്ടർ CM നീലകണ്ഠൻ അർഹനായത്. സാംസ്കാരിക പ്രവർത്തനവും കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസറുമാണ് ഡോക്ടർ CM നീലകണ്ഠൻ. 25,000 രൂപയാണ് പുരസ്കാര തുക. സംസ്കൃത ദിനമായ 8-ന് പൂനെയിലെ തിലക് മഹാരാഷ്ട്ര സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരം തേടിയെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രൊഫസർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. എല്ലാ വർഷവും സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം കൊടുത്തു വരുന്നുണ്ട്. അത് സംസ്കൃത ദിനം ഈ വർഷം ആഗസ്റ്റ് 8-ാം തീയതി ആണ്. ഈ സംസ്കൃത ദിനത്തിന് ഉള്ള സംസ്കൃത പണ്ഡിതനുള്ള പുരസ്കാരം അവർ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ കൊടുക്കുന്നതാണ്. അതിന് ഈ വർഷത്തെ സംസ്കൃത ദിനത്തിൽ കൊടുക്കുന്ന സംസ്കൃത പണ്ഡിതനുള്ള പുരസ്കാരത്തിന് യൂണിവേഴ്സിറ്റി എന്നെ തിരഞ്ഞെടുത്തു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒട്ടേറെ ഗവേഷണ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡോക്ടർ നീലകണ്ഠൻ സാംസ്കാരിക സാഹിത്യ ഗവേഷണ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഇതിനകം മറ്റു നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ രാമായണ പാരായണവും വിശേഷ പൂജകളുമായി രാമായണ മാസം ആചരിച്ചു വരികയാണ്. 31 ദിവസത്തെ രാമായണ പാരായണമുണ്ടാകും. ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വിശേഷ പരിപാടികൾ ഭക്തി നിർഭരമായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവയാണ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
സൈഡിൽ നിന്ന് പറയൂ. ന്യൂസ് സെന്റർ ഷൊർണൂർ. കർക്കിടക മാസത്തിൽ കുളപ്പുള്ളി തൃപ്പൂറ്റ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയോട്ട് ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. കർക്കിടക മാസത്തിൽ കുളപ്പുള്ളി തൃപ്പൂറ്റ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയോട്ട് ഭക്തി നിർഭരമായി. രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. വഴിപാട് നടത്തിയ ഭക്തജനങ്ങൾ ആനയൂട്ട് നിർവഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്ര വികസന സമിതി ഭാരവാഹികൾ എന്നിവരും സന്നിധരായിരുന്നു. കർക്കിടക മാസം 1-ാം തീയതി മുതൽ നമ്മൾ കർക്കിടക മാസ പൂജ ആരംഭം തുടങ്ങുകയും 3-ാമത്തെ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടത്തുകയും ഉണ്ടായി. കമ്മിറ്റി, ക്ഷേത്ര വികസന സമിതി, ട്രസ്റ്റി ബോർഡ്, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും എല്ലാ സഹകരണത്തോടെയും കൂടിയാണ് നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. എന്തായാലും അടുത്ത കൊല്ലവും കഴിഞ്ഞ കൊല്ലങ്ങളിൽ സഹകരിച്ച എല്ലാ ആളുകളും നമ്മോട് സഹകരിച്ചിരിക്കുന്നു. കർക്കിടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഗണപതി ഹോമവും നടന്നത്. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. 27 തുടങ്ങിയ യജ്ഞം ഞായറാഴ്ചയാണ് സമാപിച്ചത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഷൊർണൂർ ചുടുവാലത്തൂർ മഹാദേവ ശിവക്ഷേത്രത്തിൽ ജൂലൈ 27 തുടങ്ങിയ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിസമാപ്തിയായി. സമാപന ദിനത്തിൽ സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാലവർണ്ണനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. അത് ആദിദൈവികമായി എനിക്കൊക്കെ എത്രയോ ഉപരിയായിട്ട് എന്തോ ഒന്നിനെ പറ്റി പറയണം, അല്ലെങ്കിൽ ഈ ലോകത്തില് കേമായിട്ട് എന്തിനെയോ പറ്റി പറയണം. വലിയൊരു അകലം അവിടെ. പിന്നെന്താണ്, പിന്നെ ആദി ഭൗതികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ കിട്ടും. സ്വയംവരം, കൃഷ്ണാവതാരം, കുചേലവൃത്തം, സന്താനഗോപാലം, അതുപോലെ മറ്റുള്ള ഓരോ കഥാഭാഗങ്ങൾക്കും നമ്മളിങ്ങനെ ഓരോരോ ഫലശ്രുതികളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഫലം കിട്ടും എന്നുള്ള നിലയ്ക്ക് എന്താ ഇത് കേട്ട് കഴിഞ്ഞാൽ ചില ഫലങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ശ്രദ്ധയൊക്കെ ഉണ്ട്. എന്നാലും എവിടെ എത്തിയിട്ടില്ല. ഇത് തന്നെ പറ്റിയാണ് പറയുന്നത് എന്ന് അല്ലേ, ഈ കഥയൊന്നുമല്ലോ തന്നെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ജീവിതകഥയല്ല പറയുന്നത്. പിന്നെന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മ സ്വരൂപിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ. ഭാഗവത സംഗ്രഹം, ക്ഷേത്ര പ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടിയായിരുന്നു യജ്ഞസമാപനം. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി, ഗിരിജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞസമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ടെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നടന്ന വ്യാപക ലഹരിവേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 13,32 ലക്ഷം രൂപ അനുവദിച്ചതായി കെ രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ ഏറെ ശ്ലാഘനീയമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ അതുല്യം. കോട്ടായിൽ CPIM കുടുംബസംഗമം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.